മുൻ MLA PV അൻവർ, തൃണമൂൽ കോൺഗ്രസ് നേതാവ് ഗോവിന്ദച്ചാമി എങ്ങനെ ജയിൽ ചാടി എന്ന് ഇപ്പോൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുകയാണ്. കാണാം. ഇതോടെ പ്ലംബിങ്ങാരും വയറിങ്ങാരും PVC പൈപ്പ് പിടിക്കാൻ ഉപയോഗിക്കുന്നതാണ്. ഇതുകൊണ്ടാണ് 1.5 ഇഞ്ച് വണ്ണമുള്ള രാഷ്ട്രീയ നാട് പറഞ്ഞ് കേരളത്തിലെ 3.5 കോടി ജനങ്ങളെ പറ്റി ഇവരെയാണ് ഇതിന് ആദ്യം പറഞ്ഞത്. ഇനി നമുക്ക് ആ ഡ്രമ്മ് വെച്ചിട്ട് ആ മതിലിൻ്റെ ഹൈറ്റ് ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് കാണാൻ കൃത്യമായി. ഒന്നാമതാണ് സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിട്ട് ഈ മീറ്റർ ഹൈറ്റും അതിൻ്റെ 8 മീറ്റർ 5 മീറ്റർ എന്ന് പറയുമ്പോൾ പലർക്കും അത് ഇമാജിൻ ചെയ്യാൻ കഴിയില്ല. എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട ആളുകൾക്കും കൺട്രീഷനുമായി ബന്ധപ്പെട്ടവർക്ക് അത് ഉൾക്കൊള്ളാനും അത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ 8 മീറ്റർ ഹൈറ്റുള്ള 6 to 8 മീറ്റേഴ്സുള്ള ഒരു മതിലിൻ്റെ ഹൈറ്റ് എത്രയുണ്ട് എന്നുള്ളത് ഇവിടെ 3-4 ആളുകൾ അവിടെ കയറി വെക്കുന്നതെന്നൊക്കെ മനസ്സിലാവും. ഡ്രമ്മ് ഞാൻ കാണിച്ചത് ലോകത്ത് ഒരാൾക്കും സാധ്യമല്ല. അപ്പോൾ ഒരു 3ാമത്തെ ഡ്രമ്മിൻ്റെ മുകളിലേക്ക് 1ാമത്തെ ഡ്രമ്മിൻ്റെ മുകളിൽ കയറണമെങ്കിൽ തന്നെ നല്ല ബാലൻസ് വേണം. അല്ലെങ്കിൽ ഒരു സ്റ്റൂൾ ഇട്ടിട്ട് വേണം കയറാൻ. അതിൽ നിന്ന് 3ാമത്തതിൻ്റെ മുകളിലേക്ക് കയറാൻ. ഇനിയിപ്പോൾ ഒരു വാദത്തിന് ചിലപ്പോൾ നാളെ പറയും ഒരു ഡ്രമ്മ് താഴെ വെച്ചു അതിൻ്റെ മുകളിൽ കയറി എന്നിട്ട് 2ാമത്തെ ഡ്രമ്മിൻ്റെ മുകളിലേക്ക് കയറി എന്ന് പറഞ്ഞു. അതും സാധ്യമല്ല. കാരണം ആ കുടുക്കനോട് കൂടി തന്നെ ആ ഡ്രമ്മ് കൊണ്ട് മറിഞ്ഞു വരും എന്നുള്ളത് പത്രക്കാരായ നിങ്ങൾക്ക് വളരെ കൃത്യമായി ബോധ്യപ്പെട്ടതാണ്. ഇത് ആർക്കും അവനവൻ്റെ വീട്ടിലുള്ള 2 ഡ്രമ്മ് എടുത്ത് വെച്ച് നോക്കിയാൽ പരീക്ഷിക്കാൻ കഴിയുന്ന കാര്യം മാത്രമേ. ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തിന്റെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന മൊഴികൾ അനുസരിച്ച് ഒരു ഡെമോ ആണ് PV അൻവർ കാണിക്കാൻ ശ്രമിക്കുന്നത്. PV അൻവർ പറയുന്നത് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്, അത് സാധ്യമല്ല എന്നുള്ളതാണ് PV അൻവർ ഇപ്പോൾ ഡെമോൺസ്ട്രേഷൻ ചെയ്തുകൊണ്ട് കാണിക്കാൻ ശ്രമിച്ച ഒരു കാര്യം. PV അൻവർ നമുക്കറിയാം ആഭ്യന്തര വകുപ്പിനെതിരെ, കേരള പോലീസിന്റെ കൃത്യവിലോപത്തിനെതിരെ, RSS വൽക്കരണത്തിനെതിരെയൊക്കെയാണ് ആദ്യം വിമർശനം ഉന്നയിച്ച് പിന്നീട് MLA സ്ഥാനം വരെ രാജിവെച്ച് ഇറങ്ങുകയായിരുന്നു. അദ്ദേഹമാണ് ആഭ്യന്തര വകുപ്പിന്റെ പിടിപ്പുകേടുകൾ ആദ്യം പരസ്യമായി തുറന്നു പറഞ്ഞ വ്യക്തി കൂടിയാണ് PV അൻവർ എന്ന് നമ്മൾ ഓർക്കണം. അദ്ദേഹം ഡെമോൺസ്ട്രേറ്റ് ചെയ്യുകയാണ്. പക്ഷേ അദ്ദേഹം പറയുന്നത് ഇത് സാധ്യമല്ല, ഒരു കൈപ്പത്തി ഇല്ലാത്ത ഒരാൾക്ക് ഈ പറഞ്ഞതുപോലെ കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ ജയിൽ ചാടാൻ കഴിയില്ല എന്നുള്ളതാണ് PV അൻവർ നമ്മളോട് ഇപ്പോൾ പറയാൻ ശ്രമിക്കുന്നത്. ആക്സോ ബ്ലേഡൊക്കെ ഉപയോഗിച്ച് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഡ്രമ്മുകൾ ഉപയോഗിച്ചാണ് അതിന്റെ മുകളിലേക്ക് ഗോവിന്ദച്ചാമി കയറിയതെന്ന് നമ്മളോട് അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഡ്രമ്മുകളൊക്കെ അതേ രീതിയിൽ തന്നെ PV അൻവർ ഇപ്പോൾ പുനരാവിഷ്കരിക്കുകയാണ്. ഒരു അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടം PV അൻവർ മോഡൽ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. PV അൻവർ ഇനി ആ ഡ്രമ്മിന്റെ മുകളിലേക്ക് കയറുമോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. അദ്ദേഹമാണ് ഒരുപക്ഷെ അതും ചെയ്തേക്കാം. എന്നാലും ആക്സോ ബ്ലേഡ് ഉപയോഗിച്ച് ജയിലിലെ കമ്പികൾ മുറിക്കാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം പറയുന്ന ഒരു കാര്യം. ഇനിയിപ്പോൾ ഡ്രമ്മുകൾ 3 ഡ്രമ്മുകൾ വെച്ചിട്ടുണ്ട്. ഇത് സ്ഥലം ഏതാണെന്നും കൂടി അറിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. അത്രയും ഉയരത്തിൽ, കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ അത്രയും ഉയരത്തിലുള്ള ഒരു മതിലൊക്കെ അദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ട്. അവിടെ ഇപ്പോൾ 3 ഡ്രമ്മുകൾ. ഈ ഡ്രമ്മുകൾ എവിടെ നിന്ന് കിട്ടി എന്ന ചോദ്യത്തിന് ഇതുവരെ ഉത്തരം നമുക്ക് ലഭ്യമായിട്ടുമില്ല. ഈ ഒരു കൈപ്പത്തി ഇല്ലാത്തൊരു വ്യക്തി ഈ 3 ഡ്രമ്മുകൾക്ക് മുകളിലേക്ക് എങ്ങനെ കയറി എന്നുള്ളതാണ് PV അൻവർ നമ്മളോട് പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം. ആക്സോ ബ്ലേഡ് ഉപയോഗിച്ചുകൊണ്ട് കണ്ണൂർ ജയിലിലെ കമ്പി മുറിക്കുക സാധ്യമല്ല എന്നുള്ളതാണ് PV അൻവർ ആദ്യം പറഞ്ഞത്. ഇപ്പോൾ 3 ഡ്രമ്മുകൾ അദ്ദേഹം അവിടെ നിരത്തി വെച്ചിട്ടുണ്ട്, ഒന്നിന് മുകളിൽ ഒന്നായി. അതിന് മുകളിലേക്ക് എങ്ങനെ ഗോവിന്ദച്ചാമി കയറാൻ കഴിയുമോ എന്നുള്ളതാണ് ഇപ്പോൾ PV അൻവർ പരിശ്രമിക്കുന്നത്. എനിക്ക് തോന്നുന്നു PV അൻവർ പറയാൻ ശ്രമിക്കുന്ന കാര്യം 3 ഡ്രമ്മുകളുടെ മുകളിൽ കയറാൻ ഗോവിന്ദച്ചാമിക്ക് അതുകൊണ്ട് എത്തില്ല. പകരം അകത്ത് നിന്ന്, ജയിലിനകത്ത് നിന്ന് PV അൻവർ പറയാൻ ശ്രമിക്കുന്ന കാര്യം വളരെ സിമ്പിളാണ്. ജയിലിനകത്ത് നിന്ന്, പോലീസിന്റെ ഭാഗത്തു നിന്ന്, അല്ലെങ്കിൽ ജയിൽ ഉദ്യോഗസ്ഥരുടെ സഹായം ഗോവിന്ദച്ചാമിക്ക് ലഭിച്ചു എന്നുള്ളതാണ് PV അൻവറിന്റെ പോയിന്റ്. ഇവിടെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത്, ഒറ്റയ്ക്ക് ഗോവിന്ദച്ചാമിക്ക് ഇത് ചെയ്യാൻ കഴിയില്ല, അതിന് പരസഹായം നേടിയിട്ടുണ്ട്. അത് ആരാണ് എന്നുള്ളതാണ് ഇനി കണ്ടെത്തേണ്ടതെന്നാണ് PV അൻവർ പറയുന്നത്. ഒരു ഭാഗത്ത് ഒരു ഏണി വെച്ചിട്ടുണ്ട്, മറുഭാഗത്ത് 3 ഡ്രമ്മുകൾ ഒന്നിന് മുകളിൽ ഒന്നായി വെച്ചിട്ടുണ്ട്. ഇത് PV അൻവറിന് തന്നെ ഒരു സ്വകാര്യ ഭൂമിയാണ്. അവിടെയാണ് ഇപ്പോൾ ഈ ഒരു ലൈവ് ഡെമോൺസ്ട്രേഷൻ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, 3 ഡ്രമ്മുകൾ ഒന്നിന് മുകളിലേക്ക് ഒന്നായി വെക്കുകയാണ്. ഇപ്പോൾ PV അൻവർ കയറുന്നില്ല എന്ന് തോന്നുന്നു. അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഏതോ ഒരു പ്രവർത്തകൻ, തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകനാണ് കയറുന്നത്. നീളം അളക്കുകയാണ്. അതായത് 3 ഡ്രമ്മുകൾ വെച്ചാൽ എത്ര നീളമുണ്ടാകും,
അതെങ്ങനെ ചാടിക്കടക്കാൻ കഴിയും? അപ്പോൾ ഓരോ കാര്യങ്ങളും കൃത്യമായി തന്നെ പി വി അൻവർ നമ്മുടെ മുന്നിലേക്ക്, മലയാളികളുടെ മുന്നിലേക്ക്, കേരളത്തിന് മുന്നിലേക്ക്, ഒരുപക്ഷെ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന് മുന്നിലേക്ക് കൂടിയാണ് ഈ ഒരു ചോദ്യം കൃത്യമായി ഡെമോൺസ്ട്രേറ്റ് ചെയ്തുകൊണ്ട് പി വി അൻവർ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്. പരസഹായമില്ലാതെ ഗോവിന്ദചാമി എങ്ങനെ ജയിൽ ചാടി എന്നുള്ളതാണ് പി വി അൻവറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. $1 മില്യൺ ക്വസ്റ്റ്യൻ അതാണ്. ഒരു പരസഹായവും ഇല്ലാതെ ഒറ്റയ്ക്ക് എങ്ങനെ ഗോവിന്ദചാമി ചെയ്തു? അതിനുള്ള ഉത്തരം തേടുകയാണ് പി വി അൻവർ. ജയിൽ DIGയുടെ റിപ്പോർട്ടിൽ ഒരാളുടെയും ഒരു സഹതടവുകാരുടെയും സഹായം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രാഥമികമായ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്ന ഒരു കാര്യം. പി വി അൻവർ സംസാരിക്കുകയാണ്. ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടം പി വി അൻവർ മോഡൽ എന്ന് നമുക്ക് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം. നോക്കൂ, എത്രത്തോളം ഉയര വ്യത്യാസമുണ്ട്. വളരെ ക്ലിയറായി, ക്രിസ്റ്റൽ ക്ലിയറായി പി വി അൻവർ നമ്മുടെ മുന്നിലേക്ക് വെക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ ചുറ്റുമതിലിന്റെ നീളമുള്ള അതേ കെട്ടിടം തന്നെ ഇപ്പോൾ പി വി അൻവർ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ മൂന്ന് ഡ്രമ്മുകൾ വെച്ചാൽ പരമാവധി എത്ര ഉയരത്തിലേക്ക് ഗോവിന്ദചാമിക്ക് എത്താൻ കഴിയും? അത് മതിയോ പുറത്തേക്ക് ചാടാൻ? ശരിയാണ്, അവിടെയുള്ള റിമാൻഡ് പ്രതികളുടെ അരുൺ അമർനാഥ് ഇപ്പോൾ ഈ പി വി അൻവറിൽ ലൈവ് ഡെമോൺസ്ട്രേഷൻ നടക്കുന്ന ഭാഗത്ത് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, പി വി അൻവർ പറയുന്ന കാര്യം സിമ്പിളായി പറഞ്ഞാൽ ഗോവിന്ദചാമിക്ക് ഒറ്റയ്ക്ക് ഇതൊന്നും ചെയ്യാൻ കഴിയില്ല എന്നാണോ? ഒരു ചട്ടം സാധ്യമല്ല എന്നുള്ളത് തെളിയിക്കുകയാണ് ഇത്തരത്തിലൊരു ഡെമോ കാണിച്ചുകൊണ്ട് തന്നെ പി വി അൻവർ ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. അത് ഈ ജയിൽ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടു കൂടിയാണ് എന്നുള്ളത് തെളിയിക്കാനാണ് ഇത്തരത്തിലൊരു ഡെമോൺസ്ട്രേഷനുമായി, ലൈവ് ഡെമോൺസ്ട്രേഷനുമായി പി വി അൻവർ എത്തിയത്. ആദ്യം അതിന് ജയിൽ അഴിക്ക് സമാനമായ ഒരു കമ്പി കാണിച്ചു. ആ കമ്പി ഒരു ആക്സോ ബ്ലേഡ് കൊണ്ട് 100 ആക്സോ ബ്ലേഡ് ഉപയോഗിച്ച് മുറിക്കാൻ സാധിക്കില്ല. അത് കാസ്റ്റ് അയൺ നിർമ്മിതമായ കാസ്റ്റ് അയൺ കൊണ്ടുള്ള കമ്പിയാണ് എന്ന് ആദ്യം പറഞ്ഞു വെച്ചു. അതിനുശേഷമാണ് 3 ഡ്രം ഉപയോഗിച്ചാണ് ചാടിയത് എന്നുള്ളത് ജയിൽ ഉദ്യോഗസ്ഥരുടെ വിശദീകരണം കൂടി. അങ്ങനെ 3 ഡ്രം വെച്ചാൽ ഒരിക്കലും അത് സാധ്യമാവില്ല അതിന് മുകളിലേക്ക് കയറാൻ എന്നുള്ളത് കൂടി പി വി അൻവർ പറയുന്നു. അങ്ങനെ ഓരോ കാര്യവും കൃത്യമായി വിവരിച്ചുകൊണ്ടുള്ള ഒരു വിശദീകരണമാണ് പി വി അൻവർ നടത്തുന്നത് എന്നുള്ളത് തന്നെയാണ്. ഇത്തരത്തിലൊരു ഡെമോ കാണിച്ചുകൊണ്ട് തന്നെ ഗോവിന്ദചാമിക്ക് ഒരിക്കലും അത് സാധ്യമല്ല, അതിനു മുന്നിലുള്ള ഒത്താശയുണ്ട് എന്ന് തെളിയിക്കാൻ കൃത്യമായ ഒരു വിവരണം, അതിന് സമാനമായ രീതിയിൽ ഒരു ജയിൽ ചാട്ടത്തിന്റെ ഒരു ഡെമോ, അത്തരത്തിലൊരു അതിന് സമാനമായ രീതിയിൽ പി വി അൻവർ വിശദീകരിക്കുകയാണ് എന്നുള്ളതാണ്. ആദ്യം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ ഇരുമ്പഴി മുറിച്ച് കാണിക്കുന്നു, ഈ കാസ്റ്റ് അയൺ ഉൾപ്പെടെയുള്ള അത് സാധ്യമല്ല എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഇത്തരത്തിൽ ഈ മതിലിനരികിലേക്ക് പോയി ഈ ഡ്രം ഉപയോഗിച്ചുള്ള ജയിൽ ചാട്ടത്തിന്റെ വിശദീകരണം കൂടി പി വി അൻവർ നടത്തുന്നത് എന്നുള്ളത് തന്നെയാണ്. ഇത്തരത്തിൽ ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ച തന്നെയാണ് പി വി അൻവർ ആരോപിക്കുന്നത്. ജയിൽ ഉദ്യോഗസ്ഥരുടെ ഒത്താശ തന്നെയാണ് പി വി അൻവർ ആരോപിക്കുന്നത്. അതിനുള്ള ഉദാഹരണം കൃത്യമായ ഒരു ഡെമോയിലൂടെ തന്നെ പി വി അൻവർ കാണിച്ചും തരികയാണ്. ആര്യ.